ഹൈന്ദവ വിശ്വാസിയായിരുന്ന അജികുമാർ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തത് മാർത്തോമാ പള്ളിയിൽ. തീർത്തും അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ഞായറാഴ്ച അജികുമാർ മരണപ്പെട്ടു. വിശ്വാസത്തിന്റെ അതിരുകൾ ഭേദിച്ചായിരുന്നു അദ്ദേഹത്തിനുള്ള യാത്രയയപ്പ്. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ പള്ളി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളി അനുഭവമായ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസി മരണമടഞ്ഞ സുരക്ഷാ ജീവനക്കാരന് പള്ളിയിൽ അന്ത്യശുശ്രൂഷ ഒരുക്കുകയായിരുന്നു ഇവിടെ വിശ്വാസികൾ. മോർച്ചറിയിൽ നിന്നെടുത്ത മൃതശരീരം പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. 1 മണിക്കൂർ നീണ്ട ശുശ്രൂഷയിൽ ഇടവക വിശ്വാസികൾ എല്ലാവരും പങ്കുചേർന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചു. ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നില്ല, ഇടവക ജനങ്ങളുടെ എല്ലാവരുടെയും വിശ്വസ്തനായിരുന്നു. പിന്നിട്ട 23 വർഷ കാലയളവ് കൊണ്ട് അജികുമാർ നേടിയെടുത്ത ആ സൽപ്പേര് തന്നെയാണ് തീർത്തും അപൂർവമായ ശുശ്രൂഷകൾക്ക് ഇടവരുത്തിയത്. ഞങ്ങളുടെ ഇടവകയിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമല്ല, പറയുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി, വിശ്വസ്തമായി, ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അജികുമാർ. അദ്ദേഹത്തിന് ഇടയ്ക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് ഈ പള്ളിയിലെ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുകയുള്ളൂ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശാരീരികമായ ബലഹീനതകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു നിസ്വാർത്ഥ സ്വഭാവം കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ജോലിയിൽ തുടരാൻ അനുവദിച്ചു. ഞായറാഴ്ച രാവിലെ പള്ളി പരിസരത്ത് വെച്ച് ശാരീരിക പ്രയാസം നേരിട്ട അജികുമാർ വീട്ടിലേക്ക് മടങ്ങി. പ്രക്കാനം ഇടയാടിയിലെ വീട്ടിൽ വെച്ച് ഉച്ചയോടെ ഹൃദയാഘാതമുണ്ടായി. വൈകാതെ മരണവും. വിവരമറിഞ്ഞ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അജികുമാറിനായി പ്രത്യേക ശുശ്രൂഷ ഒരുക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങൾ 5 അച്ഛന്മാരും കൂടെ കൂടി ആലോചിച്ചപ്പോൾ ഇവിടെ ഇതുവരെ ഈ ഇടവകയെ അംഗമല്ലാത്ത ഒരാളെ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല. ഞങ്ങളപ്പോൾ നിർദ്ദേശിച്ചു, നമുക്കിതൊരു വലിയ സാക്ഷ്യത്തിൻ്റെ അവസരം കൂടിയാണ്. അതുകൊണ്ട് ആരെതിർത്താലും ദേവാലയത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം 1 മണിക്കൂർ വെക്കണം. കാരണം ഒന്നാമത് അദ്ദേഹം ദേവാലയത്തെ അതുപോലെ സ്നേഹിച്ചു. രണ്ടാമത് 23 വർഷമായി പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ പൊതുദർശനത്തിന് വെക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിധത്തിൽ ക്രമീകരിച്ചത്. എന്നാൽ അത് ഈ വിധത്തിൽ ഒരു വലിയ പ്രസിദ്ധിയുള്ള ഒരു സംഗതിയായി തീരുമെന്ന് ഞങ്ങളന്ന് വിചാരിച്ചിട്ടേ ഇല്ല. മൃതശരീരത്തെ അനുഗമിച്ച് പ്രക്കാനത്തെ വീട്ടിലെത്തിയ വികാരിയടക്കം ഇടവക പ്രതിനിധികൾ സംസ്കാരത്തിന് ശേഷമാണ് മടങ്ങിയത്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മരിക്കുന്നന്ന് വരെ പള്ളിയിൽ സേവനം ചെയ്യണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹം പോലെ നടന്നു. മരിക്കുന്ന അന്ന് വരെ പള്ളിയിൽ ജോലി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പള്ളിക്കാരിങ്ങനെ തീരുമാനമെടുത്തപ്പം നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ദേവാലയത്തിൽ ആദ്യമായിട്ടൊരു അന്യജാതിയിലെ ഒരാളെ ഇങ്ങനെ കയറ്റി കുർബാനയും കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചൊന്നുമില്ല. കാരണം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ തന്നെ മരിക്കണമെന്ന് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ജോലിക്കാണെങ്കിലും പോകുന്ന അന്ന് തൊട്ട് എപ്പോഴും പറയും, എനിക്ക് മരിക്കുന്നവരെ പള്ളിയിൽ ജോലി ചെയ്യണം. അജികുമാറിന്റെ അപ്രതീക്ഷിത വേർപാടിലും അദ്ദേഹത്തിന് മരണാനന്തരം ലഭിച്ച പരിഗണനയിലാണ് കുടുംബത്തിന്റെ ആകെ ആശ്വാസം. എത്ര പറഞ്ഞാലും വാക്കുകളില്ല. പള്ളിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇതര മതസ്ഥനായ ഒരുവന് പള്ളിയിൽ അന്ത്യശുശ്രൂഷ ഒരുക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.